നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ദേവസ്വം LD ലാബ് അസിസ്റ്റന്റ് എന്നീ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി, ഒപ്പം തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നിവർക്ക് വേണ്ടി കൂടെ കൂട്ടിച്ചേർത്തൊരു പ്രിപ്പറേഷൻ ക്ലാസ് ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക. ഇഫ് ദേ റിയലി ട്രൈഡ് ദേ ഡാഷ് വിൻ ദ പ്രൈസ്. അപ്പൊ നമുക്കറിയാം ഇത് ഏതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്? ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇഫ് ക്ലോസ്. ഈ പറയുന്ന ഇഫ് ക്ലോസ് ശ്രദ്ധിക്കുക. നമ്മൾ ഇഫ് ക്ലോസിനനുസരിച്ച് വേണം ഈ പറയുന്ന ഓപ്ഷൻ എഴുതാൻ. ഇവിടെ ഇഫ് ക്ലോസ് എന്താണ്? ഇഫ് ക്ലോസിലെ വെർബ് ട്രൈഡ് എന്നാണ്. ട്രൈഡ് എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ വരണമെന്ന്. വുഡ് എന്നോ, കുഡ് എന്നോ, ഷുഡ് എന്നോ, മൈറ്റ് എന്നോ വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻസ് വില്ലുണ്ട്, ക്യാൻ ഉണ്ട്, ഷാൾ ഉണ്ട്. ഇവയെല്ലാം എന്ത് വരുമ്പോൾ നമ്മൾ എഴുതേണ്ട കാര്യങ്ങളാണ്? സിമ്പിൾ പ്രസന്റിൽ ഇഫ് ക്ലാസ് വരുമ്പോൾ എഴുതേണ്ട കാര്യങ്ങളാണ് വില്ലും, ക്യാനും, ഷാളും. എന്നാൽ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ്. ഈ വെർബ് സിമ്പിൾ പാസ്റ്റ് ആണ്. അവിടെ നമ്മൾ എന്ത് എഴുതാവും? കുഡ് എഴുതാവും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? കുഡ് ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഇഫ് ദേ റിയലി ട്രൈഡ് ദേ കുഡ് വിൻ ദ പ്രൈസ്. ദ പ്രിസണർ ബെഗ്ഡ് ഡാഷ് മേഴ്സി. അപ്പൊ ഇവിടെ പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ബെഗ് എന്ന് പറയുന്ന വാക്ക് അല്ലേ? ഈ ബെഗ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം വരേണ്ട പ്രിപ്പോസിഷൻ ഏതെന്നുള്ളതാണ് ചോദ്യം. ബെഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തേ വരാവും? ഫോർ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷനെ വരാവും. അപ്പോൾ ദ പ്രിസണർ ബെഗ്ഡ് ഫോർ മേഴ്സി. ഇനി അടുത്തത് വെൻ ഡാഷ് യു യൂഷ്വലി ഹാവ് ടീ. ഡു ആണോ, ഡസ് ആണോ, വില്ലാണോ? ഈ ഡൂവും ഡസും ഏത് ടെൻസിനെ സൂചിപ്പിക്കുന്ന സഹായക്രിയകളാണ്? സിമ്പിൾ പ്രസന്റിനെ സൂചിപ്പിക്കുന്ന സഹായക്രിയകളാണ് അല്ലെ? സിമ്പിൾ പ്രസന്റ് സൂചിപ്പിക്കുന്ന സഹായക്രിയകളാണ്. വില്ലോ ഫ്യൂച്ചർ ടെൻസിനെ സൂചിപ്പിക്കുക. അതായത് സിമ്പിൾ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നതാണ് വില്ല്. അപ്പൊ ഇവിടെ ഏത് വരുമെന്നാണ് ചോദിക്കുന്നത്. എപ്പോഴും ടെൻസ് നമ്മൾ എഴുതുന്നത് എന്തിനെ ആശ്രയിച്ചാണ്? ടൈമിംഗ് വേർഡിനെ ആശ്രയിച്ചാണ്. ഈ പറയുന്ന സെന്റൻസിലെ ടൈമിംഗ് വേർഡ് എന്ന് പറയുന്നത് ഏതാണ്? യൂഷ്വലി ആണ്. യൂഷ്വലി എന്ന് പറയുന്ന ടൈമിംഗ് വേർഡ് അല്ലെങ്കിൽ യൂഷ്വലി എന്ന് പറയുന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കാനാണ്? നമ്മൾ പതിവായി ചെയ്യുന്ന അല്ലെങ്കിൽ പൊതുവേ ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി, അത് നമ്മുടെ ശീലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശീലത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടെൻസ് എന്ന് പറയുന്നത് ഇതാണ്, സിമ്പിൾ പ്രസന്റ് ആണ്. ഈ യൂഷ്വലി എന്ന് പറയുന്ന വാക്ക് അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസന്റിന്റെ ടൈമിംഗ് വേർഡാണ്. യൂഷ്വലി എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റിന്റെ ടൈമിംഗ് വേർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരേണ്ടത് സിമ്പിൾ പ്രസന്റിലുള്ള സഹായക്രിയകളാണ്. ഡു ആണോ ഡസ് ആണോ എഴുതേണ്ടതെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഡു ആണോ ഡസ് ആണോ എഴുതേണ്ടത് ആരെ നോക്കിയാണ്? സബ്ജക്റ്റിനെ നോക്കിയാണ്. ഇവിടെ സബ്ജക്റ്റ് യു ആണ്. യു എന്ന സബ്ജക്റ്റ് എപ്പോഴും എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ സിംഗുലർ ആണെങ്കിൽ നമുക്ക് ഡസ് എഴുതാം, പ്ലൂറൽ ആണെങ്കിൽ ഡു എഴുതാം. ഇവിടെ യു പ്ലൂറൽ ആയ സ്ഥിതിക്ക് ഇവിടെ വരേണ്ട എന്താണ്? ഡു ആണ് ഇവിടെ ആൻസറായി വരിക. അപ്പൊ വെൻ ഡു യു യൂഷ്വലി ഹാവ് ടീ എന്നാണ് ആൻസർ. ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ട് ആൻ, എ, നൺ. അപ്പൊ ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? എയും ആനും ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ അല്ലെ? ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത്. അപ്പൊ ഇവിടെ നോക്കുക, യുനാനിമസ്. ഈ യു എന്ന് പറയുന്നത് എന്താണ്? ഒരു വവലാണ്. പക്ഷേ വവലിന്റെ കൂടെ നമ്മൾ ആനാണ് എഴുതേണ്ടത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വാക്കിന്റെ തുടക്കത്തിലെ ഉച്ചാരണം നോക്കിയും കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ആർട്ടിക്കിൾ എഴുതേണ്ടതായിട്ട് വരും. അതായത് നമ്മുടെ
വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ഒരു വവലാണെങ്കിൽ പോലും അവിടുത്തെ ഉച്ചാരണം, ആ വാക്ക് ഉച്ചരിക്കുന്നത് കൺസോണന്റിന്റെ ശബ്ദമാണെങ്കിൽ നമ്മളവിടെ എന്ത് എഴുതാവൂ? എ എഴുതാവൂ. ഇവിടെ നമ്മൾ യുണാനിമസ് എന്നാണ് പറയുന്നത്. യുണാനിമസ് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ ഉണാനിമസ് എന്നല്ല നമ്മൾ പറയുന്നത്. അങ്ങനെ ഉണാനിമസ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ആൻ എഴുതാം. പക്ഷെ ഇതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാ? യാ, യുണാനിമസ് അല്ലേ? യുണാനിമസ് എന്നാ മലയാളത്തിൽ എഴുതാൻ ഇങ്ങനെ യാ അതിന് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ യ എന്ന് പറയുന്ന ശബ്ദം എന്തിന്റെ ശബ്ദമാണ്? കോൺസണന്റിന്റെ ശബ്ദമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എ ആണ് ആൻസറായി വരിക. അപ്പൊ ഇറ്റ് വാസ് എ യുണാനിമസ് ഡിസിഷൻ. ഞാൻ അടുത്ത് നോക്കാം. ഐ ഹാവൻ സിൻസ് യു, ഞാൻ നിന്നെ കണ്ടിട്ടില്ല. ഡാഷ് ലീവിങ് സ്കൂൾ അല്ലേ? നമ്മൾ സ്കൂളിൽ നിന്ന് പിരിയുന്നതിന് ശേഷം ഞാൻ പിന്നീട് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അന്ന് മുതൽ ലീവിങ് സ്കൂൾ അല്ല, അതായത് സ്കൂള് നമ്മൾ ഇറങ്ങുന്ന അന്ന് മുതൽ പിന്നീട് ഞാൻ നിന്നെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ സിൻസ് ആണോ വരേണ്ടത്, ഫ്രം ആണോ വരേണ്ടതെന്നാണ് ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതെന്ന് പറയുന്നത് ഏത് ടെൻസ് ആണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അവിടെ നമുക്ക് മുതൽ എന്നൊരു അർത്ഥം വരണമെങ്കിൽ ഇപ്പൊ നമുക്ക് സിൻസിനും ഫ്രമിനും ഒരേ അർത്ഥമാണുള്ളത്. മുതൽ അല്ലെങ്കിൽ ശേഷം എന്നൊക്കെ ഒരു അർത്ഥമുണ്ട് ഈ സിൻസിന്. പിന്നെ ഫ്രമിന്റെ അർത്ഥം മുതൽ എന്നാണ്. ഇപ്പൊ ഇവിടെ മുതൽ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എഴുതേണ്ടത്, സ്കൂള് വിട്ട അന്ന് മുതൽ. പക്ഷെ നമ്മൾ ആ മുതൽ എന്ന അർത്ഥം വരുന്ന സിൻസും ഫ്രമിൽ നമ്മൾ സിൻസ് എഴുതാവും. കാരണം എന്താ? ഇവിടെ ഏത് ടെൻസാ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പൊ ഇവിടെ ആൻസർ എന്തേ വരത്തുള്ളൂ? സിൻസ് ആണ് ഇവിടുത്തെ ആൻസർ. അപ്പൊ എങ്ങനെ വരും? ഐ ഹാവൻ സീൻ യു സിൻസ് ലീവിങ് സ്കൂൾ. Many people in India are dash. ഇവിടെ പോർ എന്നാണോ പ്യുവർ എന്നാണോ പൂവർ എന്നാണോ ഇതെന്താ ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പോർ എന്ന് വെച്ചാൽ അർത്ഥം ഒഴിക്കുക അല്ലെങ്കിൽ പകരുക എന്നൊക്കെയാണ് പോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. നമ്മൾ ഏതെങ്കിലും എന്താ ലിക്വിഡ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ഒഴിക്കുകയോ അല്ലെങ്കിൽ പകരുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ പോർ എന്ന് പറയുന്നു. ഇനി പ്യുവർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പരിശുദ്ധം എന്നർത്ഥമല്ലേ, ശുദ്ധമായത്. പൂവർ എന്ന് വെച്ചാൽ എന്താ? പാവപ്പെട്ടവർ. അപ്പൊ ഇവിടെ മെനി പീപ്പിൾ ഇൻ ഇന്ത്യ എന്നുള്ള കഴിഞ്ഞ് വരേണ്ട വാക്ക് ആപ്റ്റ് ആയിട്ടുള്ള വാക്ക് ഇതാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ആൻസർ, പൂവർ. ഇനി അടുത്ത് നോക്കാം. ഐ ആം പെയിൽ. ഇത് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ഐ ആം പെയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് പോസിറ്റീവ് ആണ്, പോസിറ്റീവ് സെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതും തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ആമിന്റെ നെഗറ്റീവ് ആണ്, ആറിന്റെ നെഗറ്റീവ് ആണ്, വോണ്ടൈ നെഗറ്റീവ് ആണ്. ഈ വോണ്ടൈ വരത്തില്ല. കാരണം എന്താ? ഇവിടുത്തെ സഹായക്രിയതാണ് ആമാണ്. ആമിന് പകരം വില്ലെന്നായിരുന്നെങ്കിൽ നമുക്ക് ആരെ പരിഗണിക്കാമായിരുന്നു? വോണ്ടൈയെ പരിഗണിക്കാമായിരുന്നു. പിന്നുള്ളത് നമുക്ക് ആമിന്റെയും ആറിന്റെയും. ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്തവർ പെട്ടെന്നെടുത്ത് ആമിന്റെയും എഴുതും. കാരണം ഇവിടുത്തെ സഹായക്രിയ ആമായതുകൊണ്ട് അതിൻ്റെ നോട്ട് കൊടുത്തിട്ട് ഐ എഴുതും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഐ ആം പെയിൽ എന്ന് പറയുമ്പോൾ ഐ ആം എന്ന് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും എങ്ങനെ ആയിരിക്കും? ആറന്റ് എന്നായിരിക്കും. എന്നാൽ ഇവിടെ ഐ ആം നോട്ട് പെയിൽ എന്നായിരുന്നെങ്കിലോ ആം ഐ എന്നേ വരത്തുള്ളൂ അല്ലെ. പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ആറന്റ് ഐ എന്ന് വരും. എന്നാൽ നെഗറ്റീവായിട്ട് വന്നിരുന്നെങ്കിൽ ഇപ്പൊ ഐ ആം നോട്ട് പെയിൽ എന്നായിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ആം ഐ എന്നേ വരത്തുള്ളൂ, ആർ ഐ എന്ന് വരത്തില്ല. ഐ ആം പെയിൽ വരുമ്പോൾ ഇവിടെ ഇതാണ് ആൻസർ, ആറിന്റെ ഐ. ഇനി അടുത്ത് നോക്കുക. ഹീസ് ടു ടയേർഡ് ടു ഡാഷ്. ഇവിടെ ജെറന്ത് ഫോം ആണ് വരേണ്ടത്,
ഇൻഫിനിറ്റീവ് ഫോം ആണോ വരേണ്ടത്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണോ വരേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നു. ഇവിടെ നോക്കാം, ഹി ഈസ് ടു ടയേർഡ് ടു. ഇങ്ങനെ ടു വരുമ്പോൾ അതിനുശേഷം വരേണ്ട വെർബ് എങ്ങനെയുള്ള വെർബ് ആയിരിക്കണം? ഇൻഫിനിറ്റീവ് ആയിരിക്കണം. ഏത് ഇൻഫിനിറ്റീവ്? ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കണം. മനസ്സിലാണ്ടോ? ഇവിടെ ടുവിന് ശേഷം വരേണ്ട വെർബ് എങ്ങനെയുള്ള അടിസ്ഥാന രൂപത്തിലുള്ളതായിരിക്കണം. ടു വാക്ക്. ഇനി ഈ ടു വാക്കിന് ഒരുമിച്ച് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം? ടു ഇൻഫിനിറ്റീവ് എന്ന് പറയാം. അതായത് ജെറണ്ട് ഫോം വരരുത്, പിന്നെ എങ്ങനെയുള്ളതേ വരാവൂ? യഥാർത്ഥ രൂപമേ വരാവൂ. അപ്പോൾ ഹി ഈസ് ടു ടയേർഡ് ടു വാക്ക് എന്ന് വരും. അടുത്തൊക്കെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡാഷ് എ സൂപ്പർ പവർ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സൂപ്പർ പവർ ആണെന്ന് പറയുക. അപ്പോൾ ഇവിടെ ഈസ് ആണോ വരേണ്ടത്, ആറാണോ വരേണ്ടത്, ഹാസ് ആണോ വരേണ്ടതെന്നാണ് ചോദ്യം. ഇവിടെ നോക്കാം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്സ് എന്ന് കണ്ടുകൊണ്ട് പലരും ഇതിനെ പ്ലൂറലായിട്ട് കാണുകയും എന്നിട്ട് ആർ എഴുതാൻ ചാൻസ് ഉണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ പേരാണ്. അമേരിക്കയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിംഗുലർ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് എഴുതാവും? ഈസ് എഴുതാം. ഇനി അടുത്തത്, ദാറ്റ് ഈസ് ദ പോയറ്റ് ഐ വാസ് റഫറിങ്. ഈ റഫറിങ്ങിന് ശേഷം വരേണ്ട പ്രിപ്പോസിഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് ആണോ, വിത്ത് ആണോ, ടു ആണോ എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റഫർ അല്ലെങ്കിൽ റഫറിങ് എന്റെയൊക്കെ കൂടെ എപ്പോഴും ഏത് പ്രപ്പോസിഷനെ വരത്തുള്ളൂ? ടു എന്ന് പറയുന്ന പ്രപ്പോസിഷനെ വരത്തുള്ളൂ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്നവർ പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലേക്ക് ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.